ജെഇമെയിൻ 2025 എക്സാമിന്റെ മൂന്നാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ രണ്ടാമത്തെ ഷിഫ്റ്റ്, അതായത് ഈവനിങ് ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ചോദിക്കാം. കഴിഞ്ഞ 2 ദിവസത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഒരു മോഡറേറ്റ് ലെവലായിരുന്നു എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്, പ്രത്യേകിച്ച് ഇന്ന് രാവിലത്തെ ഷിഫ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കുട്ടികളോട് ചോദിക്കാം. മോനെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ആവറേജ് ആയിരുന്നു, ചെയ്യാൻ പറ്റും. മോഡറേറ്റ് ലെവലായിരുന്നോ? മാത്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് അധികം നോക്കിയില്ല. കെമിസ്ട്രി ഫിസിക്സ് വലിയ കുഴപ്പമില്ലായിരുന്നു. മാത്സ് എളുപ്പമായിരുന്നു, 10 ചെയ്യാൻ പറ്റുമായിരുന്നു. കെമിസ്ട്രി കുറച്ച് ട്രിക്ക് ആയിരുന്നു, ഫിസിക്സ് സിമ്പിൾ. ഇന്നലത്തെ ക്വസ്റ്റൻ ഒക്കെ കണ്ടില്ലായിരുന്നോ? അപ്പം ആ ഒരു റേഞ്ച് തന്നെയായിരുന്നു, കുറച്ച് മോഡറേറ്റ് ലെവലായിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഫിസിക്സ് സാധാരണ വരുന്നതിനെ കുറിച്ച് ഹാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കെമിസ്ട്രി നോർമലി സിമ്പിൾ. പിന്നെ മാത്സ് വലിയ ഒരു മോഡറേറ്റ് ലെവലായിരുന്നു കമ്പാരിറ്റീവ്ലി. മാത്സ് എല്ലാവർക്കും ടഫ് ആയിരുന്നല്ലോ, കമ്പാരിറ്റീവ്ലി ഒരു നോർമൽ ലെവലായിട്ടാണ് തോന്നിയത്. ഇന്നലത്തെ ക്വസ്റ്റൻ കണ്ടില്ലായിരുന്നോ? ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെക്ക് ചെയ്തില്ല, ഞാൻ റിവിഷൻ ചെയ്യായിരുന്നു. അതിന്റെ മുമ്പത്തെ ക്വസ്റ്റ്യനെക്കാളും ഫിസിക്സ് കുറച്ചുകൂടി ഒരു ഹാർഡായി തോന്നി. ബാക്കിയെല്ലാം അതേ ലെവലൊക്കെ തന്നെയായിരുന്നു. ഒത്തിരി ലെങ്തി ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ലെങ്തി ടൈപ്പ് മാത്സിൽ കുറച്ച് ലെങ്തി ആയി തോന്നിയിരുന്നു. പക്ഷേ ടൈം മാനേജ്മെന്റ് ഒക്കെ ആയിരുന്നോ? ടൈം മാനേജ്മെന്റ് ഫിസിക്സിലാണ് കുറച്ച് ഇതായത്. ഫിസിക്സ് കുറച്ചുകൂടി ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന ഒരു ഇതുണ്ടായിരുന്നു. കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു, പെട്ടെന്ന് തീർക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. മാത്സ് അത്ര കുറച്ച് ലെങ്തി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത്. ഇന്റഗ്രേഷൻ്റെ ഒക്കെ 2-3 ഉള്ള. കൂടുതലും ഏതൊക്കെ ചാപ്റ്റർ വൈസ് പറയുകയാണെങ്കിൽ ഏതൊക്കെ ആയിരിക്കും കൂടുതൽ ചോദിച്ചെന്ന് തോന്നുന്നത്? ഇന്റഗ്രേഷന്റെ ഒരു 2 ക്വസ്റ്റ്യനുകൾ എനിക്ക് ഉള്ളതായിരുന്നു. ഫിസിക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് ഈസി ആയിട്ടാണ് തോന്നിയത്. മോഡറേറ്റ് ലെവലായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ മാത്സ് അത്യാവശ്യം ലെവലിലുള്ള പോലെ തോന്നി. മാത്സ് ഞാൻ അങ്ങനെ ചെയ്യാൻ തന്നില്ല, അതുകൊണ്ട് ബാക്കി കുഴപ്പമില്ലായിരുന്നു. മോഡൽ എക്സാം ഒക്കെ എഴുതിയതിന്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതേപോലെയൊക്കെ തന്നെയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം മോഡറേറ്റ് ലെവലായിരുന്നു. പിന്നെ മാത്സ് വളരെ ലെങ്തി ആയിരുന്നു. അപ്പോൾ അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ടൈം കുറച്ച് സ്പെൻഡ് ചെയ്തിരുന്നു മാക്സിമം. ഓക്കെ, എന്നാലും ഓവറോൾ ടൈം മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഉണ്ടായിരുന്നു? കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. കെമിസ്ട്രി എളുപ്പമായിരുന്നു, പക്ഷേ ഫിസിക്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഏകദേശം ഈ ഒരു കഴിഞ്ഞ 2 സ്റ്റാൻഡേർഡ് തന്നെയായിരുന്നു. ഫിസിക്സ് ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ടഫായി തോന്നി. വേറെ ഇന്നത്തെ ക്വസ്റ്റൻ ഒക്കെ നോക്കിയായിരുന്നോ? ഇന്നലത്തെ നോക്കിയായിരുന്നു. ബാക്കി എങ്ങനെയായിരുന്നു ഓവറോൾ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ? ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. അകത്തെ ഫോർമാലിറ്റീസ് ഒക്കെ അല്ലല്ല, അതൊക്കെ നല്ല കുഴപ്പമൊന്നുമില്ല. ഉണ്ടായിരുന്നു. എക്സാം ഈസി ആയിരുന്നു, പിന്നെ ലെങ്തി ആയിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ. മാത്സ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 5 മിനിറ്റ് എടുക്കും. അത്രയും ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നല്ലേ? ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ഈസി ആയിരുന്നു. കെമിസ്ട്രി ഭയങ്കര ഈസി ആയിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ടൈം മാനേജ്മെന്റ് ഒക്കെ ഓക്കെ ആയിരുന്നു. മാനേജ്മെന്റ് വന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? ലെങ്തി ആണെങ്കിലും എല്ലാം ഓടിച്ചെത്തിക്കാൻ പറ്റി. നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ ആ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത് അല്ലേ? നല്ല ഈസി ആയിരുന്നു, പ്രശ്നമില്ല. ഈസി ആയിരുന്നു. അതിനകത്ത് നേരത്തെ എക്സാമിന്റെ ഒക്കെ മറ്റേ പാറ്റേൺ അറിയായിരുന്നു. അപ്പൊ മാത്സ് ഒക്കെ കറക്റ്റ് സെലക്ട് ചെയ്ത് ടൈം മാനേജ് ചെയ്യാൻ പറ്റി. അപ്പൊ എല്ലാം ഓൾമോസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ. ബാക്കി ഇപ്പം കെമിസ്ട്രി ഒക്കെ പറയുകയാണെങ്കിൽ ചാപ്റ്റർ വൈസ് ഒക്കെ ഏതായിരിക്കും കൂടുതലും ചോദിച്ചത്? കെമിസ്ട്രി മൊത്തത്തിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു, സാധാ കണ്ടുപോകണ തന്നെ. ഫിസിക്സ് ആണെങ്കിലോ? ഫിസിക്സും അങ്ങനെ തന്നെ റൊട്ടേഷൻ ഈ പ്രാവശ്യം 3 ദിവസം വന്നിരുന്നു. എന്നാലും അത് എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻ അല്ല. ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. കെമിസ്ട്രി ഈസി തന്നെയായിരുന്നു എനിക്ക്, പക്ഷെ ഇൻഡിജർ കുറച്ച് പ്രശ്നം ഉണ്ടായി. എന്നാലും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. മാത്സ് സെലക്ഷൻ ചെയ്ത് 10-12 ക്വസ്റ്റ്യൻ കിട്ടി, എന്നാലും കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. മൊത്തത്തിൽ വലിയ കുഴപ്പമില്ല. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് റൊട്ടേഷനിൽ നിന്ന് ചോദിച്ചിരുന്നു, കൈനറ്റിക് എനർജിയുടെ റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ റേ ഓപ്റ്റിക്സിൽ നിന്ന് ഏരിയയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ നിന്ന് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു? കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? കൺഫ്യൂസിംഗ് അല്ല, ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. ഇല്ല, നമ്മുടെ എക്സാമിനൊക്കെ എഴുതിയതുകൊണ്ട് ആ ഒരു ഉണ്ടായിട്ടുണ്ട്. ഫിസിക്സ് ഒക്കെ വലിയ പ്രശ്നമില്ലായിരുന്നു. അത്യാവശ്യം പക്ഷെ ലെങ്തി ആയുള്ള പ്രോബ്ലംസ് 1-2 ഒക്കെ ഉണ്ടായിരുന്നു. മാത്സ് ആണെങ്കിൽ കുറെയൊക്കെ ഈസി ഉണ്ട്, പക്ഷെ ഭയങ്കര ലെങ്തിയാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അറിയാവുന്ന പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ടൈം കൂടുതൽ എടുക്കേണ്ടി വന്നോ? മാത്സിൽ അത്യാവശ്യം വേണ്ടി വന്നു. ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ കുഴപ്പമില്ല, മോഡറേറ്റ് ലെവൽ. മാത്സ് ഈസി ആയിരുന്നു അല്ലേ? ഓക്കെ, മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് കോണിക്കിന്ന് ഹൈപ്പർബോളയുടെ ഒറ്റ ക്വസ്റ്റ്യൻ വന്നുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സിന് അധികം ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല. അപ്പം ഇച്ചിരി ലെങ്തി ആയിരുന്നു, അധികം മാത്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കെമിസ്ട്രി ഈസി ആയിരുന്നു. ഓവറോൾ ഫസ്റ്റ് സെഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഷിഫ്റ്റിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈസി ആയിരുന്നു. വേവിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, റേന്നുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഓക്കെ. തവണ കഴിഞ്ഞ വർഷത്തെക്കാളും എന്തായാലും എളുപ്പമായിരുന്നു തവണത്തെ. ഫിസിക്സ് നോർമലി
പ്രെഡിക്റ്റ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ലൈക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി അതൊന്നും കണ്ടില്ല അങ്ങനെ. കണ്ടില്ല. പക്ഷെ എന്നാലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കെമിസ്ട്രിയും ഫിസിക്സും. മാത്സ് ലെങ്തി ആണെന്ന് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് തന്നെയായിരുന്നു മാത്സ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ലെങ്തി ടൈപ്പ് ആയിരുന്നല്ലോ കൂടുതൽ. അതെ അതെ ഉറപ്പായിട്ടും. ഫിസിക്സും കെമിസ്ട്രിയും ഇത്തവണ അത്യാവശ്യം ചെയ്യാവുന്നത് തന്നെയാണ്. അകത്തെ എങ്ങനെയായിരുന്നു ബാക്കി ഫോർമാലിറ്റീസും കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോയോ? സ്മൂത്ത് ആയിട്ട് പോയി. കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലേ? അത്യാവശ്യം എളുപ്പമായിരുന്നു മാത്സ് ഒഴികെ. കെമിസ്ട്രിയും ഫിസിക്സും ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ചിലത് മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മാത്സ് എനിക്ക് അത്ര ചെയ്യാൻ പറ്റിയില്ല. മാത്സ് വളരെ കുറച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി കുഴപ്പമില്ല. കെമിസ്ട്രി എളുപ്പമായിരുന്നു. ഫിസിക്സ് ന്യൂമറിക്കലൊക്കെ നല്ല എളുപ്പമായിരുന്നു. പക്ഷെ മറ്റേതിൽ കുറച്ച് കൺഫ്യൂഷൻ വന്നായിരുന്നു. പക്ഷെ മാത്സ് എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ ടൈം എടുക്കും, കുറെ സമയം എടുക്കുമായിരുന്നു മാത്സ്. ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം മോഡറേറ്റ് ലെവലായിരുന്നു. എക്സാം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് ലെവലൊക്കെ ആയിരുന്നു. പിന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി നല്ലോണം എളുപ്പമായിരുന്നു, NCERT ലെവൽ ആ ഒരു രീതിയിൽ. ഫിസിക്സ് ഒരു നോർമൽ ആവറേജ് ലെവലായിട്ട് തന്നെയാണ് എല്ലാം ചോദിച്ചിട്ടുള്ളത്. അതും പിന്നെ മാത്സിലേക്ക് വരുമ്പം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടഫ് ഉള്ളതും ഉണ്ട് കുറച്ചൊക്കെ. പിന്നെ ഡിഫറൻഷ്യൽ കാൽക്കുലസിലൊക്കെ നല്ലോണം വെയിറ്റേജ് വന്നിട്ടുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ്. പിന്നെ കുറച്ച് കാൽക്കുലേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ട്, ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് എക്സാംസ് ഒത്തിരി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം കിട്ടിയെന്ന് തോന്നുന്നു. ഉണ്ട്. അപ്പോ എങ്ങനെ എഴുതുന്നു, ടൈം മാനേജ്മെന്റ് ഒക്കെ കുറെ എഴുതിയതിനെ കൊണ്ടുള്ള ഒരു ഗുണം കൊണ്ട് പെട്ടെന്ന് മാനേജ് ചെയ്യാനാകുന്നുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.